നമസ്കാരം, ലിസീസ് ഹോമിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പെസഹ പാലാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 5 സ്പൂണ് അരിപ്പൊടിയാണ്, ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫൈനായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കട്ടയൊന്നുമില്ലാതെ നന്നായി ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ശർക്കര പാനി കാച്ചി ഒഴിച്ചു കൊടുക്കുക. തരിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തരി ഉള്ളത് കൊണ്ടാണ് പാനി കാച്ചിയിരിക്കുന്നത്. നന്നായി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നന്നായി കുറുക്കി കിട്ടണം. ഇതിപ്പോൾ നന്നായി കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ജീരകവും നമ്മുടെ ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി കിട്ടി. ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1ാം പാല് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചെറുതായി ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെസഹ പാല് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.